ത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടില്ലെങ്കിലും ലീഗിൻ്റെ ഒരു സാംസ്കാരികമായ മുറ്റം തന്നെയാണ് ഓണംപള്ളി. അതിനു കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാരും നേതാക്കളും അതോടൊപ്പം അത്തരത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെയും മുസ്ലിം ഉമ്മത്തിൻ്റെയും മുന്നേറ്റത്തെ ആഗ്രഹിച്ചവരും നമ്മുടെ നാട്ടിൽ എന്നും ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ലീഗ് വളർന്നത്. ലീഗിൻ്റെ വളർച്ചയുടെ പ്രധാന കാരണം പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയാണ്, നേതാക്കളുടെ ആവേശോജ്വലമായ പ്രവർത്തനമാണ്. അതോടൊപ്പം നിന്ന് ഒട്ടേറെ വലിയ പ്രവർത്തകരുടെ, ഈ പ്രസ്ഥാനത്തെ ചോര കൊടുത്തും ഇതിനെ വളർത്താൻ ആഗ്രഹിച്ച ഒരുപാട് വലിയ പ്രവർത്തകരുടെ നിരന്തരമായ പ്രവർത്തനമാണ്. ആ രീതിയിൽ ലീഗിൻ്റെ ചരിത്രത്തെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഉമ്മത്തിൻ്റെ, അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ, അതോടൊപ്പം തന്നെ ജനാധിപത്യ കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ജനാധിപത്യ ഇന്ത്യയുടെ, നമ്മുടെ നാടിൻ്റെ മതേതര സംസ്കാരത്തെ നിലനിർത്തുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അങ്ങനെ വഹിക്കാൻ സാധ്യമാകുന്നൊരു ദീർഘദർശിത്വ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എന്നും അവരുടെ നേതൃപരമായിട്ടുള്ള പങ്കാളിത്തം കൊണ്ട് കാണിച്ചു തന്നവരാണ്. ഒരു സമയത്ത് ഇന്ത്യയുടെ വിഭജനാനന്തരം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഈ രാജ്യം ഏതു രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച കാലത്ത് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതിന് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഒപ്പം നിന്നിരുന്ന പ്രഗത്ഭരായ നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഏറ്റവും ശക്തമായി ഇന്ന് നാം അനുഭവിക്കുന്ന മതപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി പറഞ്ഞവർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ്. നമ്മുടെ ഭരണഘടന പറഞ്ഞു തരുന്ന പ്രകാരം, നമ്മുടെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരം രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ മതവിശ്വാസ ആചാര സ്വാതന്ത്ര്യം നൽകപ്പെടുമ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അവരുടെ സാംസ്കാരികമായ നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അതിലൊരു ബി പോക്കർ സാഹിബിൻ്റെയും ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെയും പങ്കാളിത്തം ചെറുതല്ലെന്ന് നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ചർച്ചകളിലേക്ക് നമ്മളൊന്ന് സാമാന്യമായി പഠിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവും. അങ്ങനെ തുടങ്ങി രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനെ ഒറ്റപ്പെടുത്തപ്പെടുന്ന എല്ലാത്തിനുമെതിരായി വളരെ കൃത്യവും സമചിത്തതയോടും കൂടെ മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് സാധിച്ചു എന്നതാണ്. അതൊരിക്കലും തീവ്രമായൊരു ചിന്തയായിരുന്നില്ല, പക്വമായ നേതൃത്വമായിരുന്നു. അപക്വമായ എല്ലാത്തിനുമെതിരായി ഈ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു. ഒരിക്കൽ പോലും സംയമനത്തിനെതിരായിട്ടായിരുന്നു, സംയമനത്തോടു കൂടെയായിരുന്നു. തിളച്ചുമിറഞ്ഞ ഒരു വല്ലാത്ത കാലുഷ്യത്തിൻ്റെ കാലത്ത് പോലും, കൊടുങ്കാറ്റ് പിടിച്ച കാലത്ത് പോലും ഈ പ്രസ്ഥാനം സമചിത്തതയോടുകൂടെ ഒരു ജനതയെ മുന്നോട്ട് നയിച്ചു. അതെല്ലാം നമുക്കെല്ലാം അറിയുന്ന പോലെ 92-ൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ആ തകർച്ചയുടെ മുമ്പിലെ വേദനയുടെ വ്രണിത ഹൃദയത്തോടു കൂടെയാണെങ്കിൽ പോലും ഈ സമൂഹം മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കേട്ടു. ശിഹാബ് തങ്ങൾ പറഞ്ഞത് അനുസരിക്കാൻ സാധ്യമാകുന്നൊരവസ്ഥയിൽ ഈ സമുദായം സാംസ്കാരികമായി മതപരമായ പ്രബുദ്ധത നേടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഡോക്ടർ ഗംഗാധരൻ, പ്രഗത്ഭനായ ചരിത്രകാരൻ കൂടിയായ ഗംഗാധരൻ തന്നെ പറയുന്നുണ്ട്, ആ രാത്രിയിൽ, ആ ദിവസം ഇന്ത്യ കാലുഷ്യത്തിൻ്റെ കൊടുങ്കാറ്റ് പിടിച്ച ആ കാലത്തിൻ്റെ മുമ്പിൽ ഞാനന്ന് മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു എൻ്റെ കുടുംബത്തോടൊപ്പം. ഞാൻ ഭീതിയോടെ ആലോചിച്ചു. കാരണം മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ ഭീകരമായൊരു വല്ലാത്ത വേദനയുടെ മുമ്പിൽ നിന്ന് എന്തു പ്രതികരണമായിരിക്കും മലപ്പുറം ജില്ലയിലെ ആ നാട്ടിലെ മുസ്ലിങ്ങൾ എടുക്കുക എന്നൊരു തീരുമാനത്തെ പേടിച്ചുകൊണ്ടായിരുന്നു യാത്ര. പക്ഷേ ആ യാത്രക്ക് ഇടയിൽ എവിടെയോ വച്ച് ഞാനിങ്ങനെ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. അതിങ്ങനെയായിരുന്നു, മഹാനായ ശിഹാബ് തങ്ങൾ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു സംയമനത്തോടെ മുന്നോട്ട് പോകാൻ, ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ തകർക്കപ്പെടാതിരിക്കാൻ, ഈ നാടിൻ്റെ മതേതരത്വത്തിൻ്റെയും ഈ നാടിൻ്റെ സ്നേഹസൗഹൃദങ്ങളുടെയും ഇടങ്ങൾ അവസാനിപ്പിക്കാതിരിക്കാൻ നാം സമചിത്തതയോടെ പോകണം എന്നായിരുന്നു ശിഹാബ് തങ്ങൾ അന്ന് ആഹ്വാനം ചെയ്തത്. അത് കേട്ട ഡോക്ടർ എം ഗംഗാധരൻ പറയുന്നു, ഇതാണ് കാലം കാത്തുവച്ച നേതൃത്വത്തിൻ്റെ മഹിമയെന്ന് അന്ന് ഡോക്ടർ എം ഗംഗാധരൻ എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറയാൻ കാരണം, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല, നമ്മുടെ നാട്ടിലെ മുസ്ലിം ഉമ്മത്തിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ആശയത്തെ, ഒരു ദാർശനികമായ രാഷ്ട്രീയത്തെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ നമുക്ക് വരച്ചു കാണിച്ചു തന്നത്. അവർ ഈ ഭരണഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട്, ഈ ഭരണഘടനയെ അനുസരിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യും. അവർ ഭരണഘടനയുടെ ഉദാത്തമായ ചിന്തകളെ നിലനിർത്തി എന്ന് മാത്രവുമല്ല, അവർ ഈ സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകി. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ
ബാഫക്കിത്തങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്തിച്ച ഒരു പ്രഗത്ഭനായ ഒരു നേതാവുണ്ടായിരുന്നു, അഭിനന്ദനായ CH മുഹമ്മദ് കോയ സാഹിബ്. കേരളത്തിന്റെ രാഷ്ട്രീയ നഭസിൽ ഒരു നക്ഷത്രമായി നമുക്കൊന്ന് തൊടാൻ പോലും വല്ലാതെ ആദരം കൊണ്ട് പേടിച്ചു പോയിരുന്ന അത്രമേൽ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ്, സാമൂഹിക പരിഷ്കർത്താവ്. ഒരുപക്ഷെ ആലി മുസ്ലിയാരുടെ മകൻ പഠിക്കാൻ ഇടമില്ലാതെ, അതിനാവശ്യമാകുന്ന സാമ്പത്തിക സൗകര്യമില്ലാതെ എവിടെയോ അവസാനിച്ചു പോകേണ്ടതിന് പകരം ആലി മുസ്ലിയാരുടെ മകന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് സ്കോളർഷിപ്പ് കൊടുത്ത് വളർത്തി, പിന്നീട് കോഴിക്കോട്ടെ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയും പിന്നെ അതിനുശേഷം MLA എന്ന നിലക്ക് നിയമസഭാ സാമാജികനായി, സ്പീക്കറായി, പിന്നെ മന്ത്രിയായി, പിന്നെ മുഖ്യമന്ത്രിയായി ഒക്കെ വളരുമ്പോൾ അതിൻ്റെ പിന്നിൽ പിതൃസ്നേഹത്തിൻ്റെ വല്ലാത്ത പ്രാർത്ഥനയുമായി ആലി മുസ്ലിയാരായിരുന്നില്ല, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായിരുന്നു. ഇതേ CH സ്പീക്കറാകാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ നാട്ടിനൊരു ചരിത്രമുണ്ട്. നമ്മുടെ നാടിനെ മുടിക്കല്ലിലെ ആലുവായി അബൂബക്കർ മുസ്ലിയാർ എന്ന മലബാർ അറിയുന്ന, നമ്മളൊക്കെ പറയുന്ന മാടവന അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ യോഗി, ആ സൂഫി വര്യൻ, അദ്ദേഹം ഇങ്ങനെ ആരെയോ ആദരപൂർവ്വം കാത്തു നിൽക്കുന്ന കാഴ്ചയായിരുന്നു കൂടെയുള്ളവർ കണ്ടത്. ആരെയാണ് അങ്ങ് കാത്തു നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ മാടവന അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞൊരു മനുഷ്യൻ വരുന്നുണ്ട്. ആ മനുഷ്യൻ വന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ ഓരത്തോടെ കടന്നു പോകുന്ന ദേശീയപാതയിൽ ആ കാറ് വന്നു നിന്നു. ആ കറുത്ത അംബാസഡർ കാറിൽ നിന്ന് കേരളം അഭിമാനത്തോടെ ഒരു കാലത്ത് കണ്ട പ്രഗത്ഭനായ, നല്ല തലയെക്കെട്ട് കെട്ടിയ, മനോഹരമായ പിന്നെ ഖമീസ് അണിഞ്ഞ് കേരള മുസ്ലിം ഉമ്മത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ അഭിമാന സ്തംഭമായ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഇറങ്ങി വന്നു. ബാഫഖി തങ്ങളുടെ കൂടെ അഭിനന്ദനായ CH എന്ന 30 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ. സീതി സാഹിബിന് ശേഷം കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറാകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആദ്യം പോയി ഇവനെ അനുഗ്രഹിക്കണം, ദുആ ചെയ്യണം. ഞാൻ നിയമസഭയിലേക്ക് കൊണ്ടുപോയി സ്പീക്കറായി വാഴിക്കാൻ കൊണ്ടുപോകുന്നു, പ്രിയപ്പെട്ട മാടവന അബൂബക്കർ മുസ്ലിയാർ താങ്കൾ ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ ഇരുന്നോളൂ. അങ്ങനെ വല്ലാത്തൊരു സമയത്ത് അവിടെ നിറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞ മഹാനായ മാടവന അബൂബക്കർ മുസ്ലിയാർ. അതിനുശേഷം നേതാക്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ സാനടുവിലെ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോന്നിരിക്കുന്നുവെന്ന് CH പറയുമ്പോൾ ഇവിടെ ഒരു ദുആ ഉണ്ടായിരുന്നു, മാടവന അബൂബക്കർ മുസ്ലിയാരുടെ ദുആ. അങ്ങനെ കടന്നു വന്നതാണ്. ലീഗിന്റെ ഓരോ ചരിത്രത്തിലും അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. മഹാനായ പൂക്കോയത്തങ്ങൾ വഫാത്തായി. മുസ്ലിം ലീഗിന്റെ അമരത്തിന് ആരാണ് ഇരിക്കേണ്ടത്? മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഏകദേശം എല്ലാ സാംസ്കാരിക സാമൂഹിക മതരംഗത്തെയും നേതാവായി പിന്നീട് വാഴേണ്ട ഒരാളാണ്. എങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃരംഗത്ത് ആരിക്കണം? അന്ന് പൂക്കോയത്തങ്ങളുടെ മകൻ ചെറുപ്പക്കാരനാണ്. ഇന്ന് ചെറുപ്പക്കാരനായി എന്നതിന്റെ പേരിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ അന്ന് പൂക്കോയത്തങ്ങളുടെ മഹാനായ പുത്രൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് ചെറുപ്പക്കാരനാണ്. 35 വയസ്സ് 39 വയസ്സൊക്കെ പ്രായം ആയിട്ടേ ഉള്ളൂ. ജാമിഉൽ അസ്ഹറിൽ നിന്ന് പഠിച്ചു വന്നിട്ട് പിന്നീട് നിരന്തരമായ വായനയും എഴുത്തുമായിരിക്കുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ആ സമയത്ത് CH പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും കൂട്ടി മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ വീട്ടിലേക്ക് ചെന്നു. ഒരു ആസൂത്രിതമായ നാടകം പോലെയായിരുന്നു എന്ന് തോന്നും. കാരണം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കാത്തു നിൽക്കുകയാണ്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മഹാനായ CHനെയും അതോടൊപ്പം തന്നെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും സ്വീകരിച്ചിരുത്തിയിട്ട് ഞാനിത് പറയുന്നത് ആ കാഴ്ച കണ്ട ആ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ഭാര്യ തൻ്റെ മകൻ ഇപ്പോ ജീവിച്ചിരിക്കുന്ന അഭിനന്ദനായ അഹ്സനിയോട്, പണ്ഡിതനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് തൻ്റെ ഉമ്മ പറഞ്ഞു കൊടുത്തതാണ്. വാപ്പ ഇങ്ങനെ 2 ഗ്ലാസ് ചായയുമായി ചെല്ലുകയാണ്. മഹാരഥന്മാരായ 2 നേതാക്കളാണ്, ഒന്ന് CH, ഒന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അവരെ 2 പേരെയും ഇരുത്തിയിട്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇരുന്നിട്ട് അൽ ഫാത്തിഹ എന്ന് വിളിച്ചു. കാലത്തോളവും ചരിത്രത്തോളവും പഴക്കമുള്ള, ഒരുപക്ഷെ കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിന്റെ ചരിത്രത്തിലെ ശോഭധന്യമായൊരു കാലഘട്ടത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായി ഇനി അങ്ങോട്ട് പോകാൻ ഒരു ഫാത്തിഹയാണ്, ഒരു നീണ്ട ഫാത്തിഹ, അൽ ഫാത്തിഹ. ആ ഫാത്തിഹയ്ക്ക് ശേഷം ദുആ ചെയ്തിട്ട് പറഞ്ഞു, മോനെ, വാപ്പ ഇരുന്ന കസേരയിൽ നീ ഇരിക്കണം. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന വലിയ അവിടെ ഇരുത്തുന്നു. ആ ഇരുത്തം പിന്നെ കേരള രാഷ്ട്രീയത്തിന്റെ അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ, കേരളീയ സമൂഹത്തിന്റെ മതപരമായ മുന്നേറ്റത്തിന്റെ ചരിത്രത്തിലെ
വല്ലാത്തൊരു അലങ്കാരത്തിന്റെ പേരായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആ കുടുംബം അങ്ങനെ നിൽക്കുന്നു. ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ കാരണം ആ രീതിയിലുള്ള മുന്നേറ്റത്തിന് ഒരു ബാഫഖി തങ്ങളുണ്ടായിരുന്നു, ഒരു ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുണ്ടായിരുന്നു, ഒരു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുണ്ടായിരുന്നു. ഇവിടെ ബഹുമാനായ എൻ്റെ സ്നേഹിതൻ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാരുടെ നിരന്തരമായ പ്രാർത്ഥനയുണ്ടായിരുന്നു, മറ്റൊന്നിനും ആയിരുന്നില്ല. ഇവിടെ ബഹുമാനായ ഷിബു മീരാൻ സൂചിപ്പിച്ചല്ലോ, 1ാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യൻ, ഞാൻ എങ്ങനെയാണ് ആ പ്രധാനമന്ത്രിയെ കാണുന്നത്, അദ്ദേഹത്തിന്റെ എല്ലാ അക്കാദമികമായ യോഗ്യതകളെയും മാറ്റിവെച്ച് ഞാൻ പറയുന്നു, ആ മനുഷ്യൻ ഇന്ത്യയിലെ പതിത ജനസമൂഹത്തിന്റെ കണക്കെടുപ്പ് നടത്താൻ വേണ്ടി അന്ന് ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറിന്റെ കമ്മിറ്റി അനുസരിച്ചു. ആ രജീന്ദ്ര സച്ചാർ കമ്മിറ്റി വളരെ കൃത്യമായ ഒരു കണക്ക് മുമ്പിൽ വെച്ചു കൊടുത്തു. ഞാനിന്നും ഓർക്കുന്നുണ്ട്, ഡൽഹിയിൽ വെച്ച് ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ കമ്മിറ്റിയുടെ ഭാഗമായി കേരളത്തിൽ വന്നത് പഠിക്കാൻ വന്ന സയ്യിദ് ഹാമിദ് സാഹിബ് എന്ന പ്രഗത്ഭനായ വിദ്യാഭ്യാസ വിചക്ഷണൻ, IAS-കാരൻ, അന്ന് ജാമിഉൽ ഹംദർദ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ ചാൻസലർ, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങ് കേരളത്തിൽ വന്നപ്പോൾ എന്തു തോന്നി? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ വന്ന് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാൻ വരുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹാവസ്ഥയെ പഠിക്കാനാണ് ഞാൻ വന്നത്. അന്ന് ഞാൻ എൻ്റെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ പുലരിവട്ട കാലത്ത് കുഞ്ഞുമക്കൾ പുസ്തകങ്ങളുമായി മദ്രസയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഞാൻ വിതുമ്പിപ്പോയി മോനെ എന്നായിരുന്നു ആ മനുഷ്യൻ. ഞാനന്ന് പ്രിയപ്പെട്ട ഹാമിദ് സാഹിബിനോട് ചോദിച്ചു, ഹാമിദ് സാഹിബ്, എന്തുകൊണ്ട് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ അങ്ങനെ പാകപ്പെടുത്തിക്കൂടാ? 2 കാര്യം പറഞ്ഞു തന്നു. ഒന്ന്, നിങ്ങൾക്ക് കിട്ടിയ മഹാഭാഗ്യം എന്നതാണോ, അത് കേരളത്തിലെ പണ്ഡിതന്മാരും അതോടൊപ്പം തന്നെ ഉമറാക്കളും ഒരുമിച്ചു നടന്ന മുന്നേറ്റങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യമാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മുഹമ്മദ് ഇസ്മായിൽ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ആരാണ് ഈ മുഹമ്മദ് ഇസ്മായിൽ? നിങ്ങൾക്കൊരു മുഹമ്മദ് ഇസ്മായിൽ ഉണ്ടായിരുന്നു. അഭിനന്ദനായ സയ്യിദ് ഹാമിദ് സാഹിബിന്റെ വാക്കാൻ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന പ്രഗത്ഭനായ IAS ഓഫീസറാണ് സയ്യിദ് ഹാമിദ് സാഹിബ്. ഹാമിദ് സാഹിബ് പറയാണ്, നിങ്ങൾക്കൊരു മുഹമ്മദ് ഇസ്മായിൽ ഉണ്ടായിരുന്നു, മറ്റാരുമല്ല. 948 മാർച്ച് 10 മുമ്പ് ഇന്ത്യയിൽ ഇനിയും ലീഗ് പുനഃസംഘടിപ്പിക്കപ്പെടുമോ എന്ന് ആശങ്കയോടുകൂടെ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി, ഒരുപക്ഷെ ഇന്നത്തെ പ്രധാനമന്ത്രിമാരെക്കാളൊക്കെ വലിയ ശക്തനായി അനിഷേധ്യനായി നിന്ന അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ, ആ നെഹ്റു അദ്ദേഹത്തിന്റെ സന്ദേശവും കൊടുത്തയച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കൂടെയാണ്. മൗണ്ട് ബാറ്റൻ ചെന്ന് മഹാനായ ഖായിദ മില്ലത്തിനോട് പറയുന്നു, ഇനി ലീഗ് പുനഃസംഘടിപ്പിക്കരുത്, അങ്ങനെ സംഘടിപ്പിച്ചാൽ അത് നെഹ്റുവിന് അക്കാര്യത്തിൽ വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നടപടികൾ വരാം, സർദാർ വല്ലഭായ് പട്ടേലിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നടപടി വരാം. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഈ ലീഗ് പുനഃസംഘടിപ്പിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഒരു ജനതയുണ്ട്, ഒന്നിനും പറ്റാത്ത വിധം നിസ്സഹായകമായി നിൽക്കുന്ന ഒരു ജനതയുണ്ട്. ആ ആട്ടിൻപറ്റങ്ങളെ പോലെയുള്ള ഒരു സമൂഹത്തിന് ഒരു ഇടയൻ വേണം. അതിനായി ഞാൻ ഈ പതാക ഉയർത്തുന്നു. അതിനായി ഞാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ഞാനിത് പിരിച്ചുവിട്ടിട്ടാണ് നിങ്ങളുടെ ഇംഗിതം നടപ്പിലാക്കാൻ, പ്രധാനമന്ത്രിയെ ശിരസ വഹിക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ എനിക്ക് നാളെ ഒരു റബ്ബിന്റെ സമക്ഷത്ത് പോയി നിൽക്കേണ്ടി വരും. എൻ്റെ നാഥന്റെ മുമ്പിൽ എനിക്ക് മറുപടി പറയാൻ നിങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് മൗണ്ട് ബാറ്റനോട് പറഞ്ഞ മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ആ ഖായിദ മില്ലത്തിനെ കുറിച്ചാണ് നിങ്ങൾക്കൊരു ഇസ്മായിൽ ഉണ്ടായിരുന്നു എന്ന് സയ്യിദ് ഹാമിദ് സാഹിബ് പറയുന്നത്. ഇന്നിപ്പോ ആ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ പുറത്തേക്ക് നിന്ന് കേരളത്തിലെ മതസാമൂഹിക രംഗത്തെ പ്രഗത്ഭരായ നേതാക്കൾ ഇങ്ങനെ നടക്കാൻ, ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് കിഷൻഗഞ്ചിൽ പോയിരുന്നു. അവിടെ ഒരു കുർത്തുബയുണ്ട്. അഭിനന്ദനായ എൻ്റെ സുഹൃത്ത് ഡോക്ടർ സുബൈർ ഹുദവി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ഹുദവി നേതാക്കൾ കൂടി ഉണ്ടാക്കിയ ഒരു വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയം. ആ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ചെന്ന് കിഷൻഗഞ്ച് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞാൽ കേരളത്തിൽ ഇനി അതുപോലെ ഒരു ജില്ലയില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലക്ക് പോലും അത്ര മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയാനാവില്ല. അങ്ങനത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അടങ്ങുന്ന ഒരു ജില്ലയാണ് കിഷൻഗഞ്ച്. ആ കിഷൻഗഞ്ചിലെ MP മുസ്ലിമാണ്, പഞ്ചായത്ത് മെമ്പർ മുസ്ലിമാണ്, അങ്ങനെ തുടങ്ങിയ എല്ലാവരും മുസ്ലിങ്ങളാണ്. പക്ഷെ കിഷൻഗഞ്ചിന്റെ പാടത്ത് അവസാനിച്ചു പോകുന്ന ജീവിതങ്ങളെ മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ. ആ ചളിപ്പാടത്ത് ഇന്നിപ്പോ അൽ ഖുർത്തുബ എന്ന് പറയുന്ന ഒരു വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയം. ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്തു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സമസ്തയെ അറിയോ? അവർ പറഞ്ഞു അറിയും. നിങ്ങൾക്ക് ലീഗിനെ അറിയോ? അറിയും. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് നിങ്ങൾ മഹാനായ പൂക്കോയത്തങ്ങളെ അറിയോ? അറിയും. ബാഫക്കിത്തങ്ങളെ അറിയും.
നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ എങ്ങനെ പരുവപ്പെട്ടുവോ അതുപോലെ പരുവപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അതാണ് ആ ലക്ഷ്യമാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ലീഗ് അതിൻ്റെ രാഷ്ട്രീയം എന്നത് മാത്രമായിരുന്നില്ല, സമുദായത്തിൻ്റെ നവോത്ഥാനം എന്നത് അജണ്ടയാക്കി എടുത്തിട്ട് മുന്നോട്ട് പോയി. അതിൻ്റെ വലിപ്പം നമ്മൾ അനുഭവിക്കുന്നു, ആ സ്വാസ്ഥ്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തുടർത്തട്ടെ എന്ന് ദുആ ചെയ്യുന്നു. രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും ലക്ഷ്യങ്ങളല്ല, സമുദായത്തിൻ്റെ മുന്നേറ്റത്തിന് ഇത് പാകപ്പെടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഭക്ഷണം വിളമ്പി വെച്ച തീന്മേശയിലേക്ക് 4 ഭാഗത്തു നിന്നും കൈകൾ വരും പോലെ അവസാന നാളിൽ ഈ സമുദായത്തിന് നേരെ കൈകൾ വരുമെന്ന് നമ്മോട് ഉണർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഫാസിസവും അവരുടെ കൂട്ടാളികളും ന്യൂനപക്ഷത്തിനെതിരെ ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ കാവലാളാകേണ്ട ഭരണ നേതൃത്വം